PS-ഉം KS-ഉം തമ്മിൽ താരതമ്യമില്ല, ആ സാഹചര്യങ്ങൾ തമ്മിലും താരതമ്യമില്ല. പക്ഷേ എടുത്തൊരു തീരുമാനം ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ, പാർട്ടി പ്രവർത്തന പ്രതിഷേധത്തിന് മുന്നിൽ തിരുത്തിയ ചരിത്രം CPM നുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടാൻ തീരുമാനിച്ച് സ്ഥാനാർത്ഥി വരുന്നതിൽ അങ്ങനെ മാരകമായ പുതുമ ആലോചിക്കേണ്ട ഒരു കൗതുകം ഉണ്ടാവേണ്ട കാര്യമൊന്നും ഉണ്ടോ എന്നറിയില്ല ശ്രീജിത്ത്. പക്ഷേ ഇവിടെ തീരുമാനം സുധാകരനെ മത്സരിപ്പിക്കാനാണെങ്കിൽ കോൺഗ്രസിൽ ആരും ചോദിക്കില്ല. അവരുടെ മുതിർന്ന നേതാവാണ്, അവർ കണ്ണൂരിൽ മത്സരിക്കുന്നു, വിന്നബിലിറ്റി പ്രധാന ഘടകമാണ്. മാത്രമല്ല KPC അധ്യക്ഷൻ സ്ഥാനം ഒഴിയുമ്പോൾ കൊടുത്ത ഉറപ്പാണെന്ന് പറഞ്ഞ് മത്സരിക്കാമായിരുന്നു. പക്ഷേ ഇത് ഇത്രത്തോളം വലിച്ചു നീട്ടി ആൾക്കാർക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ഇത് അൺഡിവൈഡ് ഹൗസാണ് UDF. ഞങ്ങൾ UDF എന്ന് പ്രതിപക്ഷ നേതാവ് ഊറ്റം കൊള്ളുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിനെ പോലും പരിഹാസമാക്കുന്ന രീതിയിൽ ഇത്രത്തോളം കുളമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. അതിലവിടെ സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത്? ഹാഷ്മി, VS അച്യുതാനന്ദനും കെ സുധാകരനും തമ്മിൽ സാമ്യമില്ലെങ്കിലും കെ സുധാകരന് സീറ്റ് വാങ്ങിക്കൊടുക്കാനായി ഇപ്പോൾ നടന്ന പ്രതിഷേധങ്ങൾക്ക് 2006 VS-ന് സീറ്റ് നേടിക്കൊടുക്കാൻ നടന്ന പ്രതിഷേധങ്ങളുമായി താരതമ്യമുണ്ട്, സാമ്യമുണ്ട്. അന്ന് തെരുവിലെ പ്രതിഷേധങ്ങളാണ് CPM-ന്റെ ഇളകാത്ത തീരുമാനങ്ങളെ തിരുത്തിയത്. സമാനമായ രീതിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെയും കെ സുധാകരൻ്റെ ആരാധകർ പ്രകടനങ്ങളായും പ്രതിഷേധങ്ങളായും പുറത്തിറങ്ങിക്കൊണ്ട് തിരുത്തുന്നത്. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ളൊരു വ്യക്തികൾ തമ്മിൽ സാമ്യമില്ലെങ്കിലും അത് രണ്ടുപേർക്ക് സീറ്റ് നേടിക്കൊടുക്കാൻ നടത്തിയ ഇടപെടലുകൾക്ക് സാമ്യമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണമായിരുന്നോ? നേരത്തെ കെ സുധാകരന് സീറ്റ് നൽകുന്നതായിരുന്നില്ലേ ഉചിതം എന്ന ചോദ്യവും കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിലെ പ്രധാന സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ കെ സുധാകരന് സീറ്റ് നൽകുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതായത് ഇന്നലെ കെ സുധാകരന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ അനുകൂലമായൊരു സമീപനത്തിലേക്ക് വന്നപ്പോൾ അത് അറിയിക്കാനായി KC വേണുഗോപാലിൻ്റെ ദൂതനായി AP അനിൽകുമാർ കെ സുധാകരനെ കണ്ടിരുന്നു. സീറ്റ് നൽകുന്ന കാര്യം വൈകുന്നേരം ചേരുന്ന കോർ കമ്മിറ്റിയും കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയും പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ മറിച്ചൊരു സമീപനം എടുത്തു. അതായത് അങ്ങനെ ആർക്കെങ്കിലും ഇളവ് നൽകുന്നത് ശരിയല്ല, അത്തരമൊരു തീരുമാനം ശരിയല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോയാണ് സുധാകരന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റൊരു സമീപനത്തിലേക്ക് വന്നത്. അതായത് MP-മാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന പൊതു തീരുമാനം എല്ലാവർക്കും ബാധകമാക്കണമെന്ന അഭിപ്രായമായിരുന്നു AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കുള്ളത്. അങ്ങനെയാണ് തീരുമാനം മാറ്റുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അതോടുകൂടിയാണ് സുധാകരൻ വീണ്ടും ഇടയുന്നത്. എന്നാൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതെ UDF-ന്റെ പൊതു താല്പര്യം മുൻനിർത്തി ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ അനുനയമോ നടത്തേണ്ടിയിരുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. ആ അനുനയത്തിന് ആര് മുൻകൈ എടുക്കും എന്ന കാര്യത്തിലും ചില ഭിന്നതകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എങ്ങനെയെങ്കിലും കെ സുധാകരനെ അനുനയിപ്പിച്ച് ഇനി തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കേവലം 3 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു തീരുമാനമെടുത്ത് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികൾക്കും രംഗത്ത് വരേണ്ടതുണ്ട്. ഇതുവരെ ഈ തമ്മിലടി കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. ഓക്കെ.